യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേട്ടാ, ഈ വീടൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഈ വാടക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് പിന്നെ ഇത്രയും സൗകര്യമുള്ള വീടിന് ഈ വാടക ആവും. അതൊക്കെ ശരിയേട്ടാ. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയില് ഈ വാടക ശരിയാവില്ല. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ കുറച്ചുകൂടെ ചെറിയൊരു വീട് നോക്കൂ. അത് നോക്കാം, മോള് പേടിക്കണ്ട. ഉടനെ തന്നെ ഞാൻ ശരിയാക്കി തരാം. ചേട്ടാ, പെട്ടെന്ന് വേണം, അധികം താമസിക്കരുത്. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ചിരു, നീ എന്താ ഇവിടെ? അച്ഛാ, അത് പിന്നെ ഞാൻ മാഷിന്റെ മോളല്ലേ ഇത്. മോൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് നോക്കി ഇറങ്ങിയതാ. ഈ വീട് മോൾക്ക് ഇഷ്ടായി. പക്ഷെ വാടക ഒത്തുവരുന്നില്ല. സാരമില്ല, നമുക്ക് വേറെ നോക്കാന്നേ. എന്തൊക്കെയാ മോളെ ഇത്? നിനക്ക് എന്തിനാ ഇപ്പൊ വീട്? എത്രയാന്ന് വെച്ചിട്ടാച്ചാ അമ്പിളി ചേച്ചിയും രഘുവേട്ടനെയും ബുദ്ധിമുട്ടിക്കുന്നത്? അവരുടെ നല്ല മനസ്സുകൊണ്ട് അവരൊന്നും പറയുന്നില്ല എന്ന് കരുതി ഇനിയും ശല്യം ചെയ്യുന്നത് ശരിയാണോ? അവർക്ക് ശല്യമാണെന്ന് ആരാ പറഞ്ഞത്? എല്ലാം സ്വയം തീരുമാനിക്കാറായോ മോള്? അച്ഛനോട് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് അറിയാം. അതാ ഞാൻ എല്ലാം ശരിയായി കഴിഞ്ഞ് പറയാന്ന് കരുതിയത്. ഓഹോ, അപ്പോ നീ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറായി? അച്ഛൻ എന്നെ മനസ്സിലാക്കണം. വിനയേട്ടന്റെ സ്വഭാവം അച്ഛൻ അറിയാലോ. ഞാൻ അവിടെ താമസിച്ച അവർക്കൂടെ അത് ബുദ്ധിമുട്ടാവും. സ്വൈര്യം കൊടുക്കില്ല അയാള്. എന്ന് കരുതി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? അങ്ങനെ കഷ്ടപ്പെടാൻ ആരോരും ഇല്ലാത്തൊരു അടിമയൊന്നുമല്ല എന്റെ മോള്. അറിയാ അച്ഛാ, ആരും ഇല്ലെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും താങ്ങും തണലുമായി അച്ഛനുണ്ടാവുന്നറിയാം. ഒപ്പം ഉണ്ടാവുന്ന ഉറപ്പുണ്ട്. എങ്കിൽ പിന്നെ തൽക്കാലം വാടക വീടിന്റെ കാര്യം മോള് മറന്നേക്ക്. അതൊക്കെ നോക്കിയും കണ്ടും അച്ഛൻ ചെയ്തോളാം. എന്നും അച്ഛനും എല്ലാവർക്കും ഞാനൊരു ഭാരം. ആരെ സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാവരെയും ദ്രോഹിക്കാനേ അറിഞ്ഞോ അറിയാതെ എനിക്ക് പറ്റുന്നുള്ളൂ. ചിരു, മോള് വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. മോള് വീട്ടിലേക്ക് ചെല്ല്. അമ്പിളിയും കുഞ്ഞുങ്ങളും നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ അച്ഛനോ? എനിക്ക് 1-2 സ്ഥലത്ത് പോവാനുണ്ട്. ഞാൻ വന്നോളാം. മോള് ചെല്ല്. ശരി അച്ഛാ. ഇന്ദ്ര, എന്തൊന്നും മിണ്ടാത്തെ? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. അതിന്റെ കാരണം ഇന്ദ്രനെ അറിയാലോ. അത് പിന്നെ എത്ര നാളായി ഞാൻ ഇങ്ങനെ ഒരു ദിവസം സ്വപ്നം കാണുന്നു. ഹർഷ, ഞാൻ ഇന്നാ പഴയ ഇന്ദ്രനല്ല. ഹർഷയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നല്ലേ. എനിക്ക് എന്നും എന്റെ ഇന്ദ്രൻ ആ പഴയ ഇന്ദ്രൻ തന്നെ. അതിനി എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. ചായ. മോനെ ഇന്ദ്ര, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ നീ എതിർക്കരുത്, അനുസരിക്കണം. എന്താ അമ്മ? അമ്മ പറഞ്ഞ എന്ത് കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഈ കാര്യം ധൈര്യത്തോടെ പറയുന്നതും. അമ്മ കാര്യം പറ. നീ രവിയെ എന്തെങ്കിലും ബിസിനസ് നടത്താൻ സഹായിക്കണം. സത്യം പറയാലോ, ഹർഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി. എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ ഹർഷ. ഇപ്പൊ വലിയ കഷ്ടത്തിലാ. അതെ ഇന്ദ്ര, എന്റെ ജീവിതം ഇപ്പൊ ഇന്ദ്രന്റെ കയ്യിലാ. പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങാന്ന് പറയാന്നൊന്നും അത്ര എളുപ്പമല്ല. എവിടെയെങ്കിലും എടുത്തിയാടിയാ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ ഒരു വഴി? നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ സഹായിച്ചിട്ടുള്ള ആളാ ഹർഷ. നമ്മളത് മറക്കാൻ പാടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. തൽക്കാലം ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് രവിക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാം. അവിടെ ഇപ്പോ പ്രതിഭയുടെ ഒഴിവുണ്ടല്ലോ. അത് മതി. അതാവുമ്പോ നിങ്ങളുടെ കൂടെ നിന്ന് രവിയേട്ടനെ കാര്യങ്ങൾ കണ്ടു പഠിക്കാലോ. അത് തന്നെയാ നല്ലത്. കണ്ടോ ഹർഷേ,
ഞാനൊരു കാര്യം പറഞ്ഞ നിമിഷ നേരം കൊണ്ട് എന്റെ മോൻ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. അതെനിക്കറിയാം. ഇന്ദ്രൻ ഈ ലോകത്തെ ഏറ്റവും സ്നേഹവും ബഹുമാനവും അവന്റെ അമ്മയോട് തന്നെ. ആ, നീ എങ്ങോട്ടാ പോന്നേ? എനിക്ക് നല്ല തലവേദന, കുറച്ചൊന്ന് കിടക്കട്ടെ. ആ, ഇന്ദ്രൻ റെസ്റ്റ് എടുത്തോ, ഞാനും ഇറങ്ങാൻ പോവാ. വന്നിട്ട് ഒരുപാട് സമയമായില്ലേ? ആ, അതിനെന്താ, ഹർഷയ്ക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാമല്ലോ. അതെനിക്കറിയാം ആന്റി. ഞാന് ഇടയ്ക്കൊക്കെ വന്നോളാം. ആ. ഞാൻ പോയിട്ട് വരാം. ശരി. വീരഭദ്രന്റെ അധർമ്മപൂജ ഫലം കണ്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ദ്രന് നല്ല മാറ്റമുണ്ട്. അതെ ആന്റി, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ആന്റി നോക്കിക്കോ. ആ, എന്റെ ഇന്ദ്രനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു വേണം. അതേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അതിന് ഇനി വലിയ തടസ്സമൊന്നുമില്ല. ഇന്ദ്രൻ പഴയ ഇന്ദ്രനാവുക തന്നെ ചെയ്യും. എങ്കിലേ ഞാൻ ഇറങ്ങാം. ആ, ഞാൻ ആന്റിയെ വിളിച്ചോളാം. ശരി ഹർഷേ. അങ്ങനെ എന്റെ മോൻ എന്റെ വഴിക്ക് വരുന്നുണ്ട്. ഈ പോക്കത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഈ കൂടിക്കാഴ്ചക്കായിരിക്കും സുശീലയും മകളും വീട് മാറിയത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഭാര്യയും കുഞ്ഞും തനിച്ച് വീട്ടിലുള്ളപ്പോ ഇന്ദ്രൻ എന്തിനാ അവിടെ പോയി താമസിക്കുന്നേ? അത് ശരിയാ വിജയം പറഞ്ഞത്. ഇന്ദ്രൻ അനുവിനെയും തമ്മിലായിട്ടാൽ ഏതറ്റം വരെ പോകാനും സുശീല മടിക്കില്ല. അതെ, ആ സ്ത്രീയുടെ മനസ്സൊരു പ്രത്യേക രീതിയാ. പുറമെ മക്കളോടൊക്കെ ഭയങ്കര സ്നേഹം കാണിച്ചു. സത്യത്തിൽ അവർക്ക് അവരോട് മാത്രമേ സ്നേഹമുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ മകന്റെ വഴിവിട്ട ജീവിതത്തിന് കൂട്ടു നിൽക്കുവോ? വിജയം പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ ഇനി അത് അനുവദിച്ചൂടാ. അനു ഇപ്പോ രണ്ടാമതും ഗർഭിണിയാണ്. ഒരു കുഞ്ഞൂടി ഉടനെ അവർക്കിടയിലേക്ക് വരും. ആ സമയത്ത് പഴയ ബന്ധം പൊടിതെറ്റെടുക്കാൻ ഇന്ദ്രൻ അനുവദിച്ചൂടാ. അതെ സർ, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോഴേ ഞാൻ സാറിന് വിവരം അറിയിച്ചത്. ഹർഷ ഒരു ഇത്തിക്കണ്ണിയാ. ഇന്ദ്രനെ അവൾ ചുറ്റിപ്പിടിച്ചാ അവൻ നശിക്കത്തേ ഉള്ളൂ. തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയണ്ട. അതിന്റെ നാണക്കേടും വിഷമവും അനുവിനും കുടുംബത്തിനും തന്നെ, അതായത് നമുക്ക്. ആരും അറിയാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം. ശരി സർ, ഞാനായിട്ട് ഇതാരോടും പറയില്ല. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പ് സാർ അതൊന്ന് തടയാൻ നോക്ക്. വിജയം പേടിക്കണ്ട, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. എങ്കിൽ ശരി സാർ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം സാറിനെ. ഓക്കെ.